തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ് ആദ്യം. തെരഞ്ഞെടുപ്പിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ CPM-ന് തലവേദനയായി കണ്ണൂർ, പാലക്കാട് ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന അപസ്വരങ്ങൾ. ആലപ്പുഴയിൽ G. സുധാകരൻ ഇടഞ്ഞു നിൽക്കുന്നതും ഇടുക്കിയിൽ MM മണിയെ ഒഴിവാക്കിയതും തിരിച്ചടിയാകുമോ എന്നാണ് ആശങ്ക. അതിനിടെ ഇടതുമുന്നണിയിൽ ഉഭയകക്ഷി ചർച്ചകളിലും തീരുമാനം വൈകുകയാണ്. 13 സീറ്റ് വേണമെന്ന നിലപാടിൽ വിട്ടുവീഴ്ചയില്ലാതെ കേരള കോൺഗ്രസ് ഉണ്ട്. തിരുവനന്തപുരം സീറ്റ് CPM ഏറ്റെടുക്കുന്ന കാര്യത്തിലും തീരുമാനമായിട്ടില്ല. അൺഫിലിറ്റ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അൺഫിലിറ്റ്, ഈ സംസ്ഥാന സമിതി അംഗീകരിച്ച പട്ടിക ഇനി പിന്നീട് ജില്ലാ കമ്മിറ്റിക്കൊക്കെ കൈമാറി അതിൽ ചർച്ചകളൊക്കെ നടക്കും. പക്ഷേ അപ്പോഴും CPM-ന്റെ ഈ പലയിടത്തു നിന്ന് വരുന്ന ഭിന്നസ്വരങ്ങളൊക്കെ, എതിർപ്പുകളൊക്കെ CPM-ന് തലവേദനയാണ്. പ്രത്യേകിച്ച് മുതിർന്ന നേതാവ് G. സുധാകരൻ ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുന്നതൊക്കെ ആ പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ ആലപ്പുഴയിൽ ഉൾപ്പെടെ തിരിച്ചടിയാകുമോ എന്നുള്ളൊരു ആശങ്കയൊക്കെ നിലനിൽക്കുന്നുണ്ട്. എങ്ങനെയാകും പാർട്ടി ഇത് കൈകാര്യം ചെയ്യുക? തീർച്ചയായും CPM-നെ സംബന്ധിച്ച് ഈ ഏറ്റവും നിർണായകമായ അത് 3 മുന്നണികളും സംസ്ഥാനത്ത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏറ്റവും നിർണായകം തന്നെയാണ്. ഇടതുമുന്നണി നിറയെ ഏറെ കണക്കൂട്ടലോടുകൂടി തന്നെയാണ് ഭരണമുന്നണി കളത്തിലിറങ്ങുന്നത്. കാരണം 3ാം തുടർഭരണം അത് കിട്ടിയേ മതിയാകൂ എന്ന കണക്കുകൂട്ടൽ വലിയ രീതിയിൽ തന്നെയാണ് പ്രചാരണവുമൊക്കെ, കൊടിയൊട്ട പ്രചാരണവും തന്ത്രങ്ങളുമൊക്കെ നീക്കുന്നതിനിടയിലാണ് ഈ CPM-നെ സംബന്ധിച്ച് അവരുടെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ തന്നെ, പ്രത്യേകിച്ച് കണ്ണൂർ, പാലക്കാട്, ആലപ്പുഴ, ഒപ്പം തന്നെ ഇടുക്കിയിലൊക്കെ തന്നെയും ചില അസ്വാരസ്യങ്ങളുമൊക്കെ തന്നെ പാർട്ടിയുടെ താഴെത്തട്ടിൽ നിന്ന് ഉയരുന്നത് പാർട്ടി ആശങ്കയോടുകൂടി തന്നെയാണ് കാണുന്നത്. പക്ഷേ ജില്ലാ ഘടകങ്ങളിൽ നിന്ന് നിർദ്ദേശിച്ച സ്ഥാനാർത്ഥി പട്ടികകളിലൊക്കെ തന്നെയും സംസ്ഥാന ഘടകം ഇടപെട്ട് സംസ്ഥാന ഘടകത്തിൻ്റെ നിർദ്ദേശാനുസരണം തിരിച്ച് പട്ടിക ജില്ലാ ഘടകങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട്. ഇതിൽ കണ്ണൂരിലാണ് ഏറ്റവും പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ കണ്ണൂരിൽ തന്നെയാണ് PK ശ്യാമളയുടെ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അവിടെ ഉയരുന്നു. അത് പക്ഷേ സംസ്ഥാന കമ്മിറ്റി ഇടപെട്ട് പിന്നെയും തർക്കങ്ങൾ ഉടലെടുത്തെങ്കിൽ പോലും അതൊരു തർക്കമായി മാറിയിട്ടില്ല. അപസ്വരങ്ങളും അസ്വാരസ്യങ്ങളും മാത്രമാണ് നിലവിലെ സാഹചര്യത്തിലുള്ളത്. അതിലൊക്കെ തന്നെയും സംസ്ഥാന കമ്മിറ്റി പ്രാദേശിക ഘടകങ്ങളുടെ വികാരം മാത്രം, അത് അങ്ങനെ മാത്രം കണ്ടാൽ മതി, അതൊന്നും തെരഞ്ഞെടുപ്പിലെ ബാധിക്കില്ല എന്നൊരു വിലയിരുത്തൽ സംസ്ഥാന നേതൃത്വത്തിനുമുണ്ട്. ഒപ്പം തന്നെയും ഈ ആലപ്പുഴയെ സംബന്ധിച്ച് നമുക്കറിയാം G. സുധാകരനാണ്. G. സുധാകരൻ ഇടഞ്ഞു നിൽക്കുന്നു എന്നുള്ളത്. G. സുധാകരൻ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സംഘടനാ ചുമതലയിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും G. സുധാകരൻ ഫേസ്ബുക്കിലൂടെ സംസ്ഥാന നേതൃത്വത്തെയാണ് വെല്ലുവിളിക്കുന്നത്. സംസ്ഥാന നേതൃത്വത്തെ വെല്ലുവിളിച്ച് ഇടഞ്ഞു നിൽക്കുന്ന G. സുധാകരൻ ഒരുപക്ഷെ സ്വതന്ത്രനായി മത്സരിക്കാനുള്ള സാധ്യത ഇപ്പോഴും തള്ളിക്കളയാനാവുകയില്ല. പാർട്ടി നേതൃത്വം അനുനയിപ്പിച്ചു, അദ്ദേഹത്തെ അനുനയിക്കാനൊക്കെ ശ്രമിക്കുന്നു. MP ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം ഫോൺ ചെയ്ത് വിളിച്ചുവെങ്കിൽ പോലും അദ്ദേഹം ഇപ്പോഴും ഒരു അനുനയത്തിൻ്റെ പാതയില്ല, ഇപ്പോഴും വീട്ടിന് തന്നെയാണ് നിൽക്കുന്നത്. ആ തക്കം നോക്കി തന്നെ ഈ വലതും കോൺഗ്രസ് KC വേണുഗോപാൽ അടക്കമുള്ളവർ അദ്ദേഹത്തെ കാണാനുള്ള ശ്രമവും അദ്ദേഹവുമായി ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ CPM വളരെ കരുതലോടെ തന്നെയാണ് വീക്ഷിക്കുകയും ചെയ്യുന്നത്. ഏതെങ്കിലും രീതിയിൽ അവിടെ ഇടയുകയാണെങ്കിൽ അത് തിരിച്ചടിയാകുമെന്നൊരു വിലയിരുത്തൽ CPM-നുണ്ട്. അതോടൊപ്പം തന്നെയാണ് പാലക്കാട് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. CPM വിരുദ്ധമായ ഒരു മുന്നണി, ഒരു പാർട്ടി പോലെ അല്ലെങ്കിൽ ഒരു കൺവെൻഷൻ അവിടെ ഉണ്ടാകുന്നു പാലക്കാട്. അത് CPM-ന്റെ പാലക്കാട് കേന്ദ്രത്തിനെതിരെയാണ്, പാലക്കാട് നേതൃത്വത്തിനെതിരെയാണ് ഈ മുന്നണി ജനകീയ കൂട്ടായ്മ ഉണ്ടായത്. ആ പാർട്ടി വിരുദ്ധരുടെ കൂട്ടായ്മയിൽ PK ശശി പ്രസംഗിച്ചതും PK ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ PK ശശി ഒരു വ്യക്തിയല്ല പാലക്കാട്. ഈ പാലക്കാട് PK ശശിയെ പോലെ ജില്ലാ ഘടകത്തിന് ഇടഞ്ഞു നിൽക്കുന്ന വലിയൊരു വിഭാഗം അവിടെയുണ്ട്. ഇത് പാലക്കാട് പോലുള്ളൊരു സ്ഥലത്ത് 2026 നേരിടുമ്പോൾ CPM-ന് അവിടെ ഒരു കനത്ത ആഘാതം ഉണ്ടാകുമെന്നൊരു വിലയിരുത്തലുണ്ട്. അതിനപ്പുറത്തേക്ക് ഇടുക്കിയിൽ നിന്ന് ഇടുക്കി നേതൃത്വം ജില്ലാ ഘടകം നൽകിയത് MM മണിയുടെ പേരാണ്. MM മണിയുടെ പേരാണ് വെട്ടിയിട്ടാണ് അവിടെ KK ജയചന്ദ്രൻ്റെ പേര് സംസ്ഥാന നേതൃത്വം നൽകിയത്. MM മണിക്ക് വീണ്ടും 4ാമതൊരു തവണയും കൊടുക്കേണ്ടതില്ല എന്നൊരു ന്യായീകരണം ഈ ടേം വ്യവസ്ഥ പറഞ്ഞെങ്കിലും ഇടുക്കിയെ സംബന്ധിച്ച് MM മണി എന്ന് പറയുന്നത് ഇടുക്കിയിലെ പ്രാദേശിക ഘടകങ്ങളിൽ നിന്നുണ്ടാകുന്നൊരു വികാരം അത് വലിയ രീതിയിൽ MMA ഇടങ്ങി നിൽക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ ബാധിക്കുമെന്നൊരു മുന്നറിയിപ്പും ഇപ്പോൾ ജില്ലാ ഘടകങ്ങളിൽ നിന്ന് തന്നെ പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രധാനമായ ശക്തി കേന്ദ്രങ്ങളായ 4 അതിൽ ഏറ്റവും തലവേദനയാകുന്നത് കണ്ണൂർ തന്നെയാകും. അപ്പോൾ ഈ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഇങ്ങനെ അവസരങ്ങൾ, ഇപ്പോൾ അതൊരു അവസരം മാത്രമേ മാറിയിട്ടുള്ളൂ. ഇനി അതൊരു വലിയൊരു തർക്കങ്ങളിലേക്കൊക്കെ പൊട്ടിത്തെറികളിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യത, അത് തുടക്കത്തിലേ നുള്ളിക്കളയാനുള്ള ശ്രമമൊക്കെ സംസ്ഥാന നേതൃത്വം അനുനയ നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ പോലും അത് എത്രത്തോളം ഫലവത്താകുമെന്നതൊക്കെയാണ് ഇപ്പോൾ CPM-നെ സംബന്ധിച്ച് ആശങ്കയിലാക്കുന്നത്. ഒപ്പം തന്നെയും ഇടതുമുന്നണിയിൽ
ഈ ഘടകകക്ഷികളുമായ സീറ്റ് വിഭജന ചർച്ചകളൊക്കെ തന്നെ വൈകുന്നു എന്നുള്ളതും ഒരു വിഷയം തന്നെയാണ്. അതിൽ ഏറ്റവും തലവേദനയാകുന്നത് കേരള കോൺഗ്രസ് മാണി വിഭാഗം തന്നെയാണ്. 13 സീറ്റ് എന്ന നിലപാടിൽ അവർ വിട്ടുവീഴ്ചയില്ലാതെ നിൽക്കുകയാണ്. ഇനിയും ഘടക ഉപയോഗിച്ച് ചർച്ചകൾ തുടരുക തന്നെ ചെയ്യും. പക്ഷേ വിജ്ഞാപനം വരുമ്പോഴത്തേക്കും വന്ന തൊട്ട് പിന്നാലെ തന്നെ ഇത് പ്രഖ്യാപനം നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ തിരുവനന്തപുരം മണ്ഡലം ആന്റണി രാജുവിൽ നിന്ന് എടുക്കുക എന്നുള്ളത് വലിയൊരു വികാരമായി CPM ജില്ലാ ഘടകത്തിനുണ്ട്. പക്ഷേ ആന്റണി രാജു അതിൽ നിന്നും അയയുന്നൊരു മട്ടില്ല. കാരണം ആന്റണി രാജു ഹൈക്കോടതിയിലെ കേസ് നിർണായകമാണ്. അതിൽ വിധി വന്നു കഴിഞ്ഞാൽ തനിക്ക് അയോഗ്യത മാറിക്കിട്ടപ്പോൾ ആ സീറ്റ് തനിക്ക് തന്നെ വേണമെന്ന രീതിയിൽ ആന്റണി രാജു നിൽക്കുകയാണ്. ഒരുപക്ഷെ തനിക്ക് അയോഗ്യത വന്നാലും താൻ നിർദ്ദേശിക്കുന്ന തൻ്റെ പാർട്ടിയിൽ മറ്റാളുകൾ ഉണ്ട് എന്ന് തന്നെയാണ് ആന്റണി രാജു ഉറച്ചു നിൽക്കുന്നത്. അങ്ങനെ ഘടകകക്ഷികളുമായുള്ള തീരുമാനത്തിലും ചർച്ചകളിലും ഒരു തീരുമാനം വൈകുന്ന ഒരു സാഹചര്യമാണ് ഇടതുമുന്നണിയിലുള്ളത്. മായ, തീർച്ചയായും തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട നിരവധി പ്രതിസന്ധികൾ നേരിടുമ്പോൾ കണ്ണൂരും പാലക്കാടും പ്രത്യേകിച്ച് ആ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെയുള്ള ഈ അപസ്വരങ്ങളൊക്കെ ഇനി പാർട്ടി ഏത് രീതിയിൽ നേരിടും എന്നുള്ളതാണ് ഇനിയിപ്പോൾ അറിയാനുള്ളത്. അത് വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് അത് മനസ്സിലാവുകയും ചെയ്യും. അൺഫിലിറ്റാണ് വിവരങ്ങൾ നൽകിയത്. ഈ നേരത്തെ അൺഫിലിറ്റ് സൂചിപ്പിച്ച വാർത്തയിൽ നിന്ന് വരികയാണെങ്കിൽ ഈ ഏറ്റവും കൂടുതൽ എതിർപ്പൊക്കെ നമ്മൾ ഉയർന്നു കേട്ടിട്ടുള്ളത് തളിപ്പറമ്പിൽ നിന്നാണ്. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ അവിടെ കടുത്ത എതിർപ്പാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വന്നതാണ്. ഈ പാർട്ടി അംഗങ്ങളും അനുഭാവികളും ഒക്കെയാണ് ഈ സാമൂഹ്യ മാധ്യമങ്ങളിലും യോഗങ്ങളിലുമൊക്കെ എതിർപ്പ് അറിയിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ശ്യാമളയ്ക്ക് പകരം MV ജയരാജനെ മത്സരിപ്പിക്കണമെന്ന ഒരു ആവശ്യവും നിർദ്ദേശവും ഉയർന്നു വരുന്നുണ്ട്. മണ്ഡലം നഷ്ടപ്പെടുമോ എന്ന ആശങ്കയും പ്രവർത്തകർക്കിടയിലുണ്ട്. അതേസമയം സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് വിവാദങ്ങൾ അനാവശ്യമാണെന്നും ഭാര്യാപദം ഇപ്പോൾ എങ്ങനെയാണ് പൊട്ടിമുളച്ചത് എന്നുമൊക്കെ MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പ്രതികരിച്ചതായി നമ്മൾ വാർത്തകളും കൊടുത്തിരുന്നു. എന്തായാലും തളിപ്പറമ്പിൽ ഉടലെടുക്കുന്ന വിഭാഗീയതയിൽ യുവനേതാവും ആശങ്ക പങ്കുവച്ചതായി വിവരങ്ങളും വരുന്നുണ്ട്. ജോസഫുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജോസഫ്, ഈ PK ശ്യാമളയുടെ പേര് ഉയർന്നത് മുതൽ വ്യാപകമായ ഒരു പ്രതിഷേധമൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ കണ്ടു. പ്രത്യേകിച്ച് ഈ ആന്തൂർ വിവാദമാണോ ഇതിന് ഒരു പ്രധാന കാരണമായി വരുന്നത്, അല്ലെങ്കിൽ മറ്റ് പ്രാദേശികമായിട്ടുള്ള ഘടകങ്ങളാണോ ഇതിന് പിന്നിൽ? എന്തൊക്കെയാണ് വിവരം? മായ, PK ശ്യാമളയുടെ പേര് തളിപ്പറമ്പ് മണ്ഡലത്തിൽ ഉയർന്നതിന് പിന്നാലെ വ്യാപകമായ പ്രതിഷേധങ്ങൾ, അതുപോലെ തന്നെ വിയോജിപ്പുകൾ, എതിർപ്പുകൾ അത് മറനീക്കി പുറത്തു വരുന്ന ഒരു സാഹചര്യമാണ്. ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം തളിപ്പറമ്പിൽ ഏറ്റവും കൂടുതൽ അടിത്തറയുള്ളത് ഒന്ന് ആന്തൂരിലും അതുപോലെ തന്നെ മയ്യയിലും മലപ്പട്ടത്തുമാണ്. ഈ 3 പ്രദേശങ്ങളിൽ നിന്നും കടുത്ത വിയോജിപ്പ് PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. ഈ ലോക്കൽ കമ്മിറ്റികളിലെല്ലാം തന്നെ ഇതിനെതിരെ ഉള്ള ചർച്ചകളും ധാരാളമായി നടന്നിട്ടുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന വിവരം. അവർ പ്രധാനമായും ആവശ്യപ്പെടുന്നത് EP ജയരാജനെ പോലുള്ള അല്ലെങ്കിൽ P ജയരാജന്മാരിൽ ആരെങ്കിലും ഒരാളെ പരിഗണിക്കണമെന്ന ആവശ്യമാണ് ശക്തമാക്കിക്കൊണ്ടുവരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് PK ശ്യാമളയ്ക്ക് ജനകീയ പിന്തുണയില്ല എന്നുള്ള കാര്യമാണ് അവർ പ്രധാനമായും ആരോപിക്കുന്നത്. നേരത്തെ തളിപ്പറമ്പ് നഗരസഭയുടെ അധ്യക്ഷയായിരുന്നു, അതുപോലെ തന്നെ ആന്തൂർ നഗരസഭയിലെ അധ്യക്ഷയായിരുന്നു. ഈ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ ഇവർ ജനങ്ങളുമായി കൂടുതൽ സംവദിക്കാതെ അത്തരത്തിൽ ഒരു അധികാര വർഗത്തിന്റെ സ്വഭാവം കാണിച്ചു. അത് ഇത്തരത്തിൽ പാർട്ടിക്ക് ഗുണകരമാകില്ല എന്നുള്ള ഒരു കാര്യമാണ് ഇവർ പ്രവർത്തകർ പ്രധാനമായും ആരോപിക്കുന്നത്. മാത്രവുമല്ല, ആന്തൂർ നഗരസഭയിൽ ചെയർപേഴ്സൺ ആയിരിക്കുന്ന കാലത്ത് പ്രവാസി വ്യവസായിട്ടുള്ള സാജന്റെ ആത്മഹത്യയിൽ ഈ PK ശ്യാമളയുടെ പങ്ക് അന്ന് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അത്തരത്തിൽ PK ശ്യാമളയുടെ പിടിവാശിയാണ് ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നുള്ള ആരോപണങ്ങളൊക്കെ ആ ഘട്ടത്തിൽ ഉയർന്നു വന്നതാണ്. അത് വീണ്ടും സജീവ രാഷ്ട്രീയ ചർച്ചയായി തളിപ്പറം മണ്ഡലത്തിൽ മാറുകയാണ്. എന്തായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബലിഷ്ഠമായ പാർട്ടി സംവിധാനങ്ങളുള്ള ഒരു സ്ഥലം കൂടിയാണ് തളിപ്പറമ്പ്. എന്നിരുന്നാൽ പോലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ 4000 വോട്ടുകളുടെ ഭൂരിപക്ഷം K സുധാകരന് ഈ തളിപ്പറമ്പ് മണ്ഡലത്തിൽ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് ഒരു അട്ടിമറി വിജയം അവർക്ക് UDF-ന് സമ്മാനിക്കുമെന്നാണ് ഈ പ്രവർത്തകർ ആശങ്കപ്പെടുന്നത്. ഇതേ ആശങ്ക ഇന്നലെ കൂടിയ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും യുവ നേതാവും ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ഈ ജയരാജന്മാരിൽ ആരെങ്കിലും ഒരാളെ പരിഗണിക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് പ്രധാനമായും ഉയരുന്നത്. അതിൽ തന്നെ ഈ P ജയരാജന്റെയും അതുപോലെ തന്നെ
ഇ ജയരാജന്റെ ഒക്കെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്തായാലും പ്രവർത്തകർ ഇത്തരത്തിൽ ആരെങ്കിലും ഒരാളെ കൊണ്ടുവരികയാണെങ്കിൽ അതിന് സന്നദ്ധരാണ്. അത്തരത്തിൽ അവരെ സ്വാഗതപൂർവ്വം സ്വീകരിക്കുമെന്നുള്ള കാര്യം ഇതിനോടകം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ PK ശ്യാമളനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ തയ്യാറാകില്ല. ഒരു പക്ഷേ ഇത്തരത്തിൽ മണ്ഡലം ഉൾപ്പെടെ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഇത്തരത്തിൽ കാര്യങ്ങൾ കൊണ്ടെത്തിക്കാനായിരിക്കും CPM സംസ്ഥാന സെക്രട്ടറി അടക്കം ശ്രമിക്കുന്നതെന്നുള്ള ഗുരുതരമായ വിമർശനങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. എന്തായാലും MP ഗോവിന്ദനെ സംബന്ധിച്ചിടത്തോളം മണ്ഡലത്തിൽ ജയിക്കുക എന്നുള്ള PK ശ്യാമളയെ ജയിപ്പിക്കുക എന്നുള്ളത് രാഷ്ട്രീയമായും ഏറെ വെല്ലുവിളി നിറഞ്ഞൊരു കാര്യം കൂടിയാണ്. കാരണം ഇത്തരത്തിൽ MP ഗോവിന്ദനെ പോലെ വലിയ രീതിയിലുള്ള പാർട്ടി അടിത്തറ ഉള്ള ആളല്ല, ജനകീയ മുഖമുള്ള ആളല്ല. അതെല്ലാം PK ശ്യാമളയ്ക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടിയാകും. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റിൽ വിശദീകരിച്ചുകൊണ്ട് MP ഗോവിന്ദൻ വ്യക്തമാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴെന്താണ് ഈ ഭാര്യാപദം എന്ന കാര്യം ഉയർത്തിക്കൊണ്ട് വരുന്നത്. താങ്കൾ പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ അവർ സംഘടനാ പ്രവർത്തനത്തിലുണ്ട്, വിവാഹം ചെയ്യുന്നതിന് മുമ്പ് തന്നെ സംഘടനാ പ്രവർത്തനത്തിലുണ്ട് എന്നുള്ള കാര്യമാണ് MP ഗോവിന്ദൻ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പ്രതികരിച്ചത്. എന്തായാലും ഒരു പുനർവിചിന്തനത്തിന് പാർട്ടി തയ്യാറാകുമോ ഇല്ലയോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ പോലും ഈ പ്രവർത്തകരുടെ ഈ ഒരു കാര്യം മാനിക്കാനുള്ള ഒരു സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. കാരണം ഈ ഇത്തരത്തിൽ തളിപ്പറമ്പ് പോലെ ഒരു മണ്ഡലം നഷ്ടപ്പെടുക എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ്. മാത്രമല്ല പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയേറെ അടികളുള്ള ഒരു സ്ഥലത്ത് നിന്ന് ശരി, എന്തായാലും പാർട്ടിയുടെ ശക്തി കേന്ദ്രമാണ്, അത്രയും അടിവേരുള്ളൊരു മണ്ഡലമാണ് തളിപ്പറമ്പ് എന്ന് പറയുന്നത്. വെറും ഒരു പ്രാദേശിക വികാരമായി ഈ PK ശ്യാമളയുടെ എതിർപ്പിനെ നേതൃത്വം കണക്കാക്കുമോ എന്നറിയില്ല. ഇനി ഇത് PK ശ്യാമളയെ മാറ്റി ഇപ്പോൾ നേതൃത്വത്തിന് ഇപ്പോൾ എതിർപ്പ് ഉന്നയിക്കുന്നവരുടെയൊക്കെ ആവശ്യങ്ങൾ പരിഗണിച്ച് ഒരു സ്ഥാനാർത്ഥി മാറ്റം ഉണ്ടാകുമോ എന്നൊക്കെയുള്ളത് നമുക്ക് വരും ദിവസങ്ങളിലൊക്കെ അറിയാൻ സാധിക്കും. ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.